വിനീഷ് സൂചിപ്പിച്ചത് നീലേശ്വർ അപകടം സംഭവിക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ലോറിക്കടിയിൽ പെടുന്ന സാഹചര്യമാണ്. അമിത വേഗമാണ് ആ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ആ ഡ്രൈവർക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. എന്നാലും 3 കുട്ടികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തു എന്നാണ് വിനീഷ് പറയുന്നത്. 4 കുട്ടികളെ ആകെ പുറത്തെടുത്തിട്ടുണ്ട്. 5 പേരുടെ 3 കുട്ടികൾ മരിച്ചു. ബസ് കാത്തു നിന്ന കുട്ടികൾക്ക് മുകളിലേക്കാണ് മറിഞ്ഞത്. കൂടുതൽ പേരുണ്ടോ എന്നുള്ളതാണ് ആശങ്ക. മണ്ണിനടിയിൽ മണ്ണ് കയറ്റി വന്ന ലോറിയാണ്, അതിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തുകയാണ്. 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. കൂടുതൽ പേർ കുടുങ്ങിയെന്നും പരിശോധന തുടരുന്നു. അങ്ങനെ വലിയൊരു അപകടമാണ്. രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ വിദ്യാർത്ഥികൾ, ഒപ്പം അവിടെ കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത് നിന്ന മുതിർന്ന ചിലർ, അവർക്കൊക്കെയാണ് അപകടമുണ്ടായത്. അപകടം നേരിട്ടത് രാവിലെ തന്നെ മണ്ണ് കയറ്റി വന്ന ആ ടിപ്പർ മറിഞ്ഞു. വേഗ കൂടുതലാണ് ആ ലോറിക്കുണ്ടായിരുന്നത് എന്ന് കണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തൊട്ടു മുമ്പാണ് ഈ കൊട്ടാരക്കര നീലേശ്വരത്ത് ഈ ടിപ്പർ ലോറി മറിഞ്ഞിങ്ങനെ ഒരു അപകടമുണ്ടായത്. വിനീഷ് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. വിനീഷ്, ഈ അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സൊക്കെ എത്തിയിരുന്നു. വിനീഷ്, കേൾക്കാമോ? അതായത് ഈ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ കഴിഞ്ഞിരുന്നു. അവിടെ ആളുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണോ അത്? തീർച്ചയായും ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയ്ക്ക് സമാനമായി പോകുന്ന കൊട്ടാരക്കരയിൽ നിന്നും വരുന്ന ഒരു പാതയാണ്. ഈ ഒരു ഇടറോഡ് കൂടിയാണ്. അപ്പം മറ്റ് ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. നിരവധി ആൾക്കാർ താമസിക്കുന്ന പ്രധാന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഒരു ജംഗ്ഷൻ ഉണ്ട്. മുക്കോണി മുക്ക് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. നീലേശ്വരം മുക്കോണി മുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി വലിയൊരു റോഡ് തന്നെ കടന്നു പോകുന്നുണ്ട്. ആ റോഡിൽ നിന്നും ഇറങ്ങി വന്ന വാഹനമാണ് വളവ് തിരിഞ്ഞു വന്നപ്പോഴാണ് ടിപ്പർ ലോറി ഈ ഒരു അപകടത്തിൽ പെട്ടതായിട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളിലേക്ക് ഇടിച്ചു കയറിയ സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. 3 വിദ്യാർത്ഥിനികളുടെ മൃതശരീരമാണ് മണ്ണിനടിയിൽ നിന്നും എടുത്തത്. ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. 7-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് പ്രാഥമികമായി തന്നെ ലഭിക്കുന്ന വിവരം. അന്വേഷണം ഊർജിതമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്കിൽ മറ്റൊരാൾ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്കും ടിപ്പർ പാഞ്ഞു കയറിയതായിട്ടാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ അപകടത്തിലെല്ലാം കൂടുതൽ വ്യക്തത വരാനുണ്ട്. പ്രാഥമിക ഘട്ടം എന്നോണമുള്ള തിരച്ചിലുകളും അന്വേഷണ രക്ഷാപ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പരിക്കേറ്റവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മൃതശരീരങ്ങളും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. JCBയുടെ സഹായത്താലാണ് ഇപ്പോൾ മണ്ണുകൾ നീക്കം ചെയ്യുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ ഒരു മതിൽ ഉണ്ടായിരുന്നു. മതിൽക്കെട്ട് അടക്കം ഇടിച്ച് തകർന്നിട്ടുണ്ട്. അപ്പോൾ നിരവധി മണ്ണും കട്ടയും കല്ലുകളും അടക്കമാണ് കിടക്കുന്നത്. ഇതെല്ലാം നീക്കം ചെയ്തെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികളെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയായി നടക്കത്തുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ മണ്ണും കട്ടയെല്ലാം തന്നെ JCBയുടെ സഹായത്താൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 7-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇനിയും മരണനിരക്ക് ഉയരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ദ്രുതഗതിയായി തന്നെ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഈ മണ്ണ് കയറ്റി വന്ന ലോറിയാണ്. മണ്ണുണ്ട്, ഒപ്പം ആ മതിൽ ഇടിച്ചു തകർത്തു. അപ്പോൾ അതിൻ്റെ മണ്ണും കട്ടയും ഒക്കെ അത്തരത്തിൽ അപകടത്തിൻ്റെ ഒരാഘാതം കൂട്ടുന്നുണ്ട്. ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിദാരുണമായ സംഭവമാണ്. കൊട്ടാരക്കര നീലേശ്വരത്താണ്. രാവിലെ സ്കൂളിലേക്ക് പോകാൻ കാത്തുനിന്ന വിദ്യാർത്ഥികളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടവർ. 3 പേരുടെ മൃതദേഹങ്ങൾ പുറത്ത് എടുത്തു. അതായത് 3 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കൂടുതൽ പേർക്ക് ജീവഹാനിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഗുരുതരമാണ് പരുക്കുകളെന്നാണ്. ആ അതിവേഗത്തിലെത്തിയ ടിപ്പർ പാഞ്ഞു കയറുന്നു. മതിലിനും ടിപ്പറിനിടയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ പോലും വലിയൊരു അപകടമാണ് രാവിലെ കൊട്ടാരക്കരയിൽ നീലേശ്വരത്ത് സംഭവിച്ചത്. മണ്ണ് കയറ്റി വന്ന ഒരു മിനി ടിപ്പർ ലോറിയാണ് അങ്ങനെ അപകടം ഉണ്ടാക്കുന്നത്. ആ ടിപ്പർ ഓടിച്ച, ആ ലോറി ഓടിച്ച
മിനി വാൻ ഓടിച്ച ഡ്രൈവർക്കും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് അതിവേഗത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സാഹചര്യം ആശ്വാസകരമാകുന്നു. നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ ആളുകളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമൊക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ബിൽഡിംഗ് ഉണ്ട്, കെട്ടിടങ്ങൾക്കും മതിലിനും ഇടയിലാണ് അത്തരത്തിലൊരു അപകടമുണ്ടായത്. മണ്ണിനടിയിൽ കൂടുതൽ പേരുണ്ടോ എന്നുള്ളൊരു സംശയം, അതിൻ്റെ പേരിലാണ് പരിശോധന നടക്കുന്നത്. അങ്ങേയറ്റം സ്തബ്ധരായി ഞെട്ടി നിൽക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. അയൽവാസികളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നു. വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത്. വിനീഷ്, ഇതൊരു മിനി ടിപ്പർ ലോറിയാണ്. പക്ഷേ എങ്കിൽ പോലും അപകടത്തിൻ്റെ വ്യാപ്തി അത് വലുതാണ്. അപ്പോൾ തോന്നുന്നു നിയന്ത്രണത്തിൻ്റെ വണ്ടി നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വിനീഷ് അല്പസമയത്തിനകം ചേരും. അവിടെ കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്നുള്ള അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സ്ക്രീനിൽ. നാട്ടുകാരും ഫയർഫോഴ്സ്, ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഉൾപ്പെടെ ചേർന്ന് രക്ഷാദൗത്യം നടത്തുന്നു. കെയിൻ ബാലഗോപാൽ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നുള്ള നിഗമനമൊക്കെ എങ്കിലും ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നുണ്ടോ? എത്ര പേർക്കാണ് ഈ ജീവഹാനി സംഭവിച്ചത്? പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. ഇപ്പോഴും അവിടെ വിളിച്ചു കിട്ടിയതേ ഉള്ളൂ. നിയമസഭയായതുകൊണ്ട് തിരുവനന്തപുരത്താണ്. രാവിലെ നിയമസഭയിലേക്ക് ഉള്ള പരിപാടിക്ക് നിൽക്കുക. അപ്പൊ അവിടെ ആ സമയത്താണ് അറിഞ്ഞത് മുക്കോണിമുക്ക് എന്ന് പറയുന്ന നീലേശ്വരത്തിനടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. അതായത് കൊട്ടാരക്കരയോട് ചേർന്ന് തന്നെ ചേർന്നാണ്. അവിടെ കുട്ടികൾ കാത്തു നിൽക്കുന്നിടത്ത് ആണ് ബസ്, ടിപ്പർ ലോറിയാണ്, ബസ് കാത്തു നിൽക്കുന്നവരാണ്. അപ്പം ആ അപകടം ഉണ്ടായി എന്നുള്ള സംഗതിയാണ്. ഇപ്പം പ്രാഥമിക വിവരം 3 പേരെന്നല്ല പറയുന്നു. പക്ഷെ പൂർണ്ണമായിട്ടും അറിയില്ല എത്ര ഉണ്ടെന്ന്. അപകടമൊന്നും അറിയില്ല. നാട്ടിലെ എല്ലാവരും അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ട്. എല്ലാം കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അത്രേ അറിയുള്ളൂ ഇതിനെപ്പറ്റി. ബാക്കി അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബാലഗോപാൽ, ഈ അപകടം നടന്ന സ്ഥലം അതൊരു പതിവായ അപകടം നടക്കുന്ന അല്ലെങ്കിൽ വളവോ ഒക്കെ ഉള്ള സ്ഥലമാണോ? അതൊരു രീതിയിൽ നല്ല റോഡുമാണ്. നല്ല ടാർ ചെയ്ത് നല്ല വൃത്തിയായിട്ടുള്ള റോഡാണ്. മുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാഫിക്കുള്ള സ്ഥലമാണ്. പക്ഷെ നല്ല റോഡാണ്. വലിയ വളവും ഉള്ള സ്ഥലത്താണെന്ന് തോന്നുന്നില്ല. പക്ഷെ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നതാണ്. വലിയ വീതിയുടെ പ്രശ്നമൊന്നും ഉള്ള സ്ഥലമല്ല. ഓക്കെ, അതായത് ഒരു കൺഫർമേഷൻ ചോദിക്കണം. വാഹനം ഓക്കെ. കൊട്ടാരക്കര MLA കെയിൻ ബാലഗോപാലാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിനും വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിവരങ്ങൾ ശേഖരിക്കുകയാണ് അദ്ദേഹം. എന്താണെങ്കിലും ഒരു ടിപ്പർ ലോറിയുടെ മണ്ണ് കയറ്റി വന്ന ടിപ്പർ ലോറി ഉണ്ടായ അപകടമാണ്. ബസ് കാത്തു നിൽക്കുകയായിരുന്നു ആ സ്കൂൾ വിദ്യാർത്ഥികൾ. അവർക്ക് നേരെയാണ് ആ ടിപ്പർ ലോറി മറിഞ്ഞത്. അത് പാഞ്ഞു കയറിയതാണോ, മറിഞ്ഞതാണോ, നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണോ എന്നുള്ളതിൽ ആണ് ഇനി ആശങ്ക. അതാണ് നമുക്കിനി അറിയേണ്ടത്. എന്നാലും കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനങ്ങൾ അത് ഊർജിതമായി നടന്നു. വളരെ പെട്ടെന്ന് തന്നെ മണ്ണ് ഒക്കെ മാറ്റി എല്ലാവരെയും വളരെ പെട്ടെന്ന് പുറത്തേക്ക് എടുക്കുവാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗുരുതരാവസ്ഥയിലാണ്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ടിപ്പർ ലോറി ഡ്രൈവർക്കും ആ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാര്യമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് നാട്ടുകാരുണ്ട് അവിടെ രക്ഷാദൗത്യത്തിന്. ഒപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്ക് കാണാം ആ ലോഡിൽ, ആ ടിപ്പറിൻ്റെ പിന്നിൽ ലോഡ് കയറ്റുന്ന ഭാഗത്ത് മണ്ണ് ഏറെക്കുറെ പൂർണ്ണമായും ആ റോട്ടിലേക്ക് മറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ ബസ് കാത്തുനിന്ന കുട്ടികളുടെ മുകളിലേക്ക് ആ മണ്ണ് മറിഞ്ഞു വീഴുന്ന സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.